ഫേസിൻ്റെ ഫാറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ അന്നൊരു പ്രൊസീജിയറിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും ചെയ്യുന്നൊരു പ്രൊസീജിയർ ഫേസ് യോഗയാണ്. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഈ ഫേസ് യോഗ ചെയ്ത് കഴിഞ്ഞാൽ മെലിയോ? ഇതിനൊരു സയൻറ്റിഫിക് എങ്ങനെയാണ്? സയൻറ്റിഫിക് ഇൻ ദ സെൻസ്, ഫേസ് യോഗ വളരെ എഫക്റ്റീവാണ് എന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പേഷ്യൻസ് എനിക്ക് പറഞ്ഞിട്ടുള്ള അറിവാണ്. ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. സോ ബേസിക്കലി ഇറ്റ്സ് ടോണിങ് യുവർ മസിൽ. നമ്മുടെ മസിലിനെ ടോൺ ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മളിപ്പം ശരീരത്തിൽ നമ്മൾ വെയിറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ ടോൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിൽ എക്സസൈസ് ചെയ്യുന്നു, അതേപോലത്തെ ഒരു എക്സസൈസിങ് മെത്തേഡാണ് ഫേസ് യോഗ എന്ന് പറയുന്നത്. സോ മസിൽസിനെ ടോൺ ചെയ്യുമ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് അതിന് ചുറ്റുമുള്ള എന്താവുന്നു, ഫാറ്റിനൊരു ചെറിയ ബേണിങ് സംഭവിക്കുന്നു. ആ ഒരു ചിസിൽഡ് ലുക്ക് വരുന്നത് എന്നുള്ളതാണ്. സോ ഇൻ എ വേ ഫേസ് യോഗ ഇസ് ഗുഡ് എനഫ്. മോശമൊന്നും ഞാൻ ഒരിക്കലും പറയില്ല, അതിനെക്കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ ചില കുട്ടികൾ, പിള്ളേർ ജോ ലൈൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മ്യൂയിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട്. അതൊരു ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. അതായത് ഒരു നാക്കൊക്കെ വെളിയിലിട്ടാക്കിയിട്ട് എന്തൊക്കെയോ ഒരു ഗോഷ്ടി കളിക്കുന്ന ഒരു ഏർപ്പാടാണ് മ്യൂയിങ്. കണ്ടിന്യൂസ് ആയിട്ട് മ്യൂയിങ് ചെയ്യുന്ന പിള്ളേരുണ്ട്. പക്ഷേ ഈ മ്യൂയിങ് ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഓവർ എ പീരീഡ് അവർക്ക് ഭയങ്കരമായിട്ട് ജോ ഇഷ്യൂസ് വരുന്നുണ്ട്, ജോ പെയിൻ വരുന്നുണ്ട്, TMJ പെയിൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ മ്യൂയിങ് എന്നൊരു കോൺസെപ്റ്റിനെ വളരെയധികം സയൻറ്റിഫിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. അൺസയൻറ്റിഫിക് ആയിട്ട് ആരൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗുഡ് ഇനഫ്. പിന്നെ ഭയങ്കരമായ റിസൾട്ട് ഒന്നുമില്ല, ഒരു റിസൾട്ട് കിട്ടും, ഒരു ഇത്തിരി റിസൾട്ട്. കാരണം ഒരു എക്സസൈസ് ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന റിസൾട്ട്, ആൻഡ് ഇറ്റ് ഇസ് ഫെയർ ഇനഫ്. അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു റിസൾട്ട് കിട്ടും, ആൻഡ് ഇറ്റ്സ് ഗുഡ്. ഈ നമ്മൾ ഒരു നോർമലി ഡയറ്റ് ചെയ്താൽ നമ്മളുടെ ഫേസിനുണ്ടാവുന്ന ആ ഒരു മുഖത്തെ ആ ഒരു മെലിഞ്ഞ ഒരു മുഖം തന്നെയല്ലേ നമുക്ക് ഈ ഫേസ് യോഗ ചെയ്യുമ്പോഴും കിട്ടുന്നത്? പ്യുവർലി ഞാൻ ഈ ഡയറ്റ് മാത്രം എന്നൊരു കോൺസെപ്റ്റിൽ വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയല്ല. ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആക്ച്വലി എന്താണ് സത്യത്തിൽ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഓൺലി ഫാറ്റ് ലോസ്, മെയിൻലി മസിൽ ലോസ് ആണ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു ഫിറ്റ്നസ് ട്രെയിനർ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ അനാറ്റമി അല്ലെങ്കിൽ മസിൽ ഗ്രോത്തിനെ കുറിച്ചൊക്കെ വളരെ അറിവുള്ളൊരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിനേഴ്സ് എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ മസിൽ വോളിയമാണ് കുറയുന്നത്, ഫാറ്റ് ഒരുപാട് കുറയുന്നില്ല. സോ മസിൽ വോളിയം കുറയുമ്പോഴത്തേക്ക് ഉണ്ടാകും നിങ്ങളുടെ ആക്ച്വലി നിങ്ങളുടെ മുഖത്തിൻ്റെ ഭംഗി, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭംഗി മൊത്തത്തിൽ കുറയും. സോ ഫേസ് യോഗ അവിടെ എന്താണ് ചെയ്യുന്നത്, യു ആർ ആക്ച്വലി ടോണിങ് യുവർ മസിൽസ്. നിങ്ങളുടെ മസിലിന് ട്രെയിനിങ് ചെയ്യാണ് യോഗയിൽ, അതാണ് ട്രെയിൻ ചെയ്യാണ്, സ്ട്രെച്ചിങ്ങും അതുപോലെ മസിൽ ടോണിങ് ആണ്. സോ അപ്പോഴെന്താണ്, നിങ്ങളുടെ മസിൽസും നിങ്ങളുടെ ഫാറ്റ് ലോസിൻ്റെ കൂടെ ഭംഗി വെക്കുന്നു. ക്രഷ് ഡയറ്റ് എന്നൊരു കോൺസെപ്റ്റിൽ ഞാൻ വളരെ ശുദ്ധമായി എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് rather you go for face yoga, rather you go for muscle training, rather you go for exercise, യോഗ ചെയ്തോളൂ. ഇതൊക്കെ ഇറ്റ്സ് റിയലി ഗുഡ്, നോട്ട് ക്രഷ് ഡയറ്റ്. ഒരിക്കലും വെറും ഡയറ്റിംഗ് മാത്രം പിടിക്കരുത് എന്നുള്ളത്.